ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നെത്തിയത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ആരോപണം കടുപ്പിക്കുന്നു. മാധ്യമങ്ങളിലൂടെയല്ല മുഖ്യമന്ത്രി തന്നോട് സംസാരിക്കേണ്ടതെന്നും താനുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകണമെന്നും ഗവർണർ. VC പുനർനിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും അഡ്വക്കേറ്റ് ജനറലും 9 തവണ രാജ്ഭവനിൽ എത്തിയെന്നും ഗവർണർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല നിയമനത്തിൽ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ ഗവർണർ പോര് മുറുകുകയാണ്. സർവകലാശാല VC നിയമനത്തിൽ മുഖ്യമന്ത്രി തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുനർനിയമനം ആവശ്യപ്പെട്ട് AG ഉൾപ്പെടെ 9 തവണ രാജ്ഭവനിലെത്തിയെന്നാണ് ഗവർണറുടെ പുതിയ വെളിപ്പെടുത്തൽ. 9 times, including dates, I have got all the record. 9 times the OSD and legal consultant of the Chief Minister have visited Raj Bhavan. And I have admitted it so many times before you that I succumbed to the pressure because of the opinion of the Advocate General. അഡ്വക്കേറ്റ് ജനറലിനെതിരെ നടപടിയില്ലെന്നും വ്യക്തിപരമായി കണക്കു തീർക്കാൻ താനില്ലെന്നും ഗവർണർ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയല്ല മുഖ്യമന്ത്രി സംസാരിക്കേണ്ടതെന്നും നേരിട്ട് സംവദിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും ഗവർണർ വെല്ലുവിളിച്ചു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. വിവരങ്ങളുമായി അഖിൽ ഷാ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഓരോ ഇടവേളകളിലും ഇങ്ങനെ ഗവർണർ സർക്കാർ പോരും മുറുകിക്കൊണ്ടേയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ പഞ്ചാബ് ഗവർണർക്കെതിരായ ആ ഒരു ഹർജിയിൽ അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് എതിരായ ഒരു ആയുധം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗവർണർ പറയുന്നു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, വലിയ സമ്മർദ്ദമാണ് തനിക്കുണ്ടായിരുന്നത്, ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ കണ്ണൂർ സർവകലാശാല VCയുടെ പുനർനിയമനത്തിൽ തനിക്ക് അങ്ങനെ ഒപ്പിടേണ്ടി വന്നത് എന്ന് പറയുന്നു. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങുന്നയാളല്ല താൻ എന്ന് പലപ്പോഴും ഈ ബില്ലുകളൊക്കെ പിടിച്ചു വയ്ക്കുമ്പോൾ ഗവർണർ പറയുന്നതുമാണ്. ഇന്നിപ്പോൾ ഉണ്ടായ മറ്റ് വെളിപ്പെടുത്തലുകൾ അതെന്തെല്ലാമാണ്? സ്മിത, കണ്ണൂർ സർവകലാശാല VC പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി, ആ വിധിക്ക് പിന്നാലെ വലിയ വിമർശനമാണ് സർക്കാരും അതുപോലെ തന്നെ ഗവർണറും പരസ്പരം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായും അതിൽ ഗവർണർ എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ ആ ഗവർണർ ആവർത്തിക്കുന്ന ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉൾപ്പെടെ തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ കണ്ണൂർ VC പുനർനിയമനവുമായി ബന്ധപ്പെട്ട വലിയ സമ്മർദ്ദമാണ് ഗവർണർക്ക് ഉണ്ടായിരുന്നെന്നുള്ള വെളിപ്പെടുത്തൽ അത് ഇന്നും ആവർത്തിച്ചു എന്നുള്ളതാണ്. കൂടുതലായി അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേകിച്ച് ഈ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്ഭവനിലേക്ക് എത്തിയത് 9 തവണയാണ്. എല്ലാം എത്തിയതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കണ്ണൂർ സർവകലാശാല VCയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഈ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരനാണെന്നുള്ള പരിഗണന ഉൾപ്പെടെ നൽകിക്കൊണ്ടൊരു പുനർനിയമനം കൊടുക്കണം എന്നുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം തനിക്കുണ്ടായി. ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തനിക്ക് ഇത്തരത്തിൽ ഈ ഒരു പുനർനിയമനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരങ്ങൾ നൽകേണ്ടി വന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ ഇന്ന് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒപ്പിടാതെ കിടക്കുന്ന ബില്ലുകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ വലിയ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ കോടതിയും അക്കാര്യത്തിൽ ചില വിമർശനങ്ങൾ ഗവർണർക്കെതിരെ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് ഗവർണർ വ്യക്തമാക്കിയത്, ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുള്ള ബില്ലുകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ലുകൾക്ക് അടിയന്തര പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് സർക്കാർ കൃത്യമായി അറിയിക്കണം എന്നുള്ളതാണ് ഗവർണർ ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്നാൽ സർക്കാർ അക്കാര്യത്തിൽ ഇതുവരെ കൃത്യമായൊരു മറുപടി ഗവർണർക്ക് നൽകിയതില്ല. ഒപ്പം ഈ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിലൂടെ അല്ല തന്നോട് സംവദിക്കേണ്ടത്, നേരിട്ട് സംവദിക്കാൻ തയ്യാറാണ്, അതിന് താൻ ക്ഷണിക്കുകയാണെന്നുള്ളൊരു കാര്യവും ഇന്ന് ഗവർണർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ വിധികൾ, ഈ കോടതി ഇടപെടലിന് ശേഷം ഗവർണറും സർക്കാരും തമ്മിലുള്ളൊരു പോര് അത് വീണ്ടും മുറുകുകയാണ്. സ്മിത, ശരി, സർക്കാരിനെതിരായ ആരോപണം കടുപ്പിക്കുകയാണ് ഗവർണർ വീണ്ടും.